ബോസ് സീസൺ 6 വിജയകിരീടം ജിൻഡോ നേടിക്കഴിഞ്ഞു. പരിശ്രമത്തിന്റെയും പോരാട്ടത്തിന്റെയും അതിജീവനത്തിനും ഒടുവിലാണ് ജിൻഡോ വിന്നറായതെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്. സീസണിലെ പ്രധാനപ്പെട്ട കോണ്ടന്റ് മേക്കർ ആയിരുന്നിട്ട് പോലും ജാസ്മിന് ഒന്നാം സ്ഥാനം നഷ്ടമായത് എന്തുകൊണ്ടായിരിക്കുമെന്ന്. ഒന്നാമതായി ഗബ്രിയുമായുള്ള കോംബോ തന്നെയാണ് ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത്. സീസൺ സ്റ്റാർട്ടിംഗ് മുതൽ യാതൊരു കണക്ഷനുമില്ലാത്ത ഒരാൾക്കൊപ്പമുള്ള ലവ് സ്ട്രാറ്റജി പ്രേക്ഷകർക്കിടയിലും മത്സരാർത്ഥികൾക്കിടയിലും സംശയത്തിന് കാരണമായിരുന്നു. ലാലേട്ടൻ ചോദിച്ചിട്ട് പോലും റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതും ദിവസങ്ങൾ കഴിയുന്തോറും ഗബ്രിയിലേക്ക് മാത്രമായി ജാസ്മിൻ ഒതുങ്ങിപ്പോയതും പ്രേക്ഷക അതൃപ്തിക്ക് കാരണമായി. രണ്ടാമതായി പിതാവിന്റെ അസുഖ വിവരത്തിന് പിന്നാലെ പിതാവും ജാസ്മിനും തമ്മിലുള്ള സംഭാഷണം ടെലികാസ്റ്റ് ചെയ്തില്ല എന്നതാണ്. ഇത്രയും സീസണുകളിൽ ഒരു മത്സരാർത്ഥിക്കും ലഭിക്കാത്ത ചാൻസ് ജാസ്മിന് ലഭിച്ചു എന്നതും അതിനുശേഷം ജാസ്മിനിലുണ്ടായ കാര്യമായ മാറ്റങ്ങളും ഗബ്രിയുമായുള്ള അകൽച്ചയും മറുഭാഗത്ത് സംശയം സൃഷ്ടിച്ചു. പിതാവ് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ അറിയിച്ചു എന്ന രീതിയിലാണ് പ്രേക്ഷകരൊന്നടങ്കം ഇതിനെ നോക്കിക്കണ്ടത്. മൂന്നാമതായി ഹൈജീൻ പ്രശ്നം. എല്ലാ ദിവസവും കുളിക്കാറില്ല എന്ന ജാസ്മിനെ തുറന്നു പറച്ചിലും ചായപാത്രത്തിൽ തുമ്മിയതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും വൃത്തിയില്ലാത്ത മത്സരാർത്ഥി എന്ന പേരിൽ മുദ്ര കുത്തുന്നതിനും കാരണമായി. നാലാമതായി ജാസ്മിന്റെ സംസാര ഭാഷ തന്നെയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിനുള്ള ദേഷ്യവും തെറ്റ് ചെയ്താൽ അംഗീകരിച്ചു കൊടുക്കാനുള്ള മടിയും മോശം വാക്കുകളും വിമർശനങ്ങളുടെ ആക്കം കൂട്ടി. ഒരു ഭാഗത്ത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അശ്ലീല വാക്കുകളും എവിക്ഷനിൽ കൊണ്ടെത്തിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കാതെ ജിൻഡോ ശ്രദ്ധിച്ചപ്പോൾ ജാസ്മിൻ ഇക്കാര്യമേ മൈൻഡ് ചെയ്തില്ല. തന്റെ സ്വഭാവം, തന്റെ സംസാര ശൈലി, ഇങ്ങനെയാണ് ജാസ്മിൻ മുൻപോട്ട് പോയത്. അടുത്തത് ജിൻഡോ എന്ന മത്സരാർത്ഥിയോടുള്ള ജാസ്മിന്റെ ദേഷ്യവും പകയും പുച്ഛവും തന്നെയാണ്. തുടക്കത്തിൽ ഗബ്രിയുമായുള്ള കോംബോയെ എതിർത്തന്റെ പേരിൽ ശത്രുപക്ഷത്ത് കണ്ട ജിൻഡോയെ എന്നും ജാസ്മിൻ കിട്ടിയ അവസരത്തിൽ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്തിന്, നിറത്തിന്റെ പേരിൽ പോലും അദ്ദേഹത്തെ അപമാനിച്ചിരുന്നു. ലാലേട്ടനും മത്സരാർത്ഥികളും ജിൻഡോയുടെ ഉയർച്ചകൾക്ക് കൈയടിച്ചപ്പോൾ ജാസ്മിൻ അതിനെ പുച്ഛത്തോടെ തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. പ്രേക്ഷകരുടെ പ്രിയ മത്സരാർത്ഥിയെ ഈ രീതിയിൽ കണ്ടതും ഒരു വിഭാഗം പ്രേക്ഷകരെ ചൊടിപ്പിക്കുന്നതിന് കാരണമായി. ഗബ്രി എവിക്റ്റായതിനു ശേഷം ജാസ്മിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായത് ഒരു പരിധിവരെ പോസിറ്റീവ് സൃഷ്ടിച്ചുവെങ്കിലും അവസാന നിമിഷം വെള്ളം കോരി കലമുടച്ച പരിപാടി പോലെയാണ് സംഭവിച്ചത്. എവിക്റ്റായവർ തിരിച്ചെത്തിയതിനു പിന്നാലെ ഗബ്രിയിലേക്ക് വീണ്ടും ജാസ്മിൻ ചുരുങ്ങിപ്പോയതും ടോപ്പ് 5-ൽ എത്തിയെന്ന ചിന്തയില്ലാത്തതും നെഗറ്റീവിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് ജാസ്മിൻ നെഗറ്റീവുമായി മുന്നേറിയപ്പോൾ ജിൻഡോ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മുന്നേറി. അതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണവും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.